മുഹമ്മദ് ബാവ, അബ്ദുറഹ്മാൻ നഗർ, വേങ്ങര നിയോജക മണ്ഡലം. നമ്മളിവിടെ ഇസ്ലാമിക പ്രബോധനമാണ്. ഉദു ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മ. അപ്പോൾ ബഹുമാന്യനായ അനസ് മുസ്ലിയാർ കൊച്ചിയിൽ മട്ടാഞ്ചേരി കരിപ്പാലം മൈതാനിൽ വെച്ച് നടന്ന ഇതുപോലുള്ളൊരു ആദർശ മുഖാമുഖത്തിൽ ഇസ്തിആനയും ഇസ്തിആദത്തും ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം, അഥവാ ജിന്നുകളോട് പ്രാർത്ഥന ഇല്ലാതെ അഖ്സ ഗായത്തുൽ ഖുളൂഇ വതദല്ലുൽ ഇബാദത്തിൻ്റെ പരിധിയിൽ വരാത്ത, ദുആഇൻ്റെ പരിധിയിൽ വരാത്ത, പ്രാർത്ഥനയുടെ പരിധിയിൽ വരാത്ത വല്ലതും ജിന്നിനോടായാൽ, വല്ല ചോദ്യമോ വല്ല തേട്ടമോ ജിന്നിനോടായാൽ അതിൻ്റെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞത് അത് മുത്ലഖൻ നിരുപാധികം ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്താണ് അദ്ദേഹം അവിടെ ഉദ്ധരിച്ചത്. ഇസ്തിആദത്തുമായി അഥവാ ശരണത്തേട്ടവുമായി ബന്ധപ്പെട്ട് അനസ് മുസ്ലിയാരോട് ശരണത്തേട്ടം നടത്തിയാലും ഷിർക്കാണ്, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള ആരോട് ശരണത്തേട്ടം നടത്തിയാലും ഷിർക്കാണ്. അത് തർക്കമുള്ള വിഷയമല്ല. അതേപോലെ ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്നത്, പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നത്. എന്നാൽ ജിന്നുകളോട് നിരുപാധികം മുത്തലക്കൻ ഷിർക്കാണ് എന്ന് ചോദിച്ചാലും പറഞ്ഞാലും അതിൻ്റെ ആയത്ത് ഏതാണ്, അതിൻ്റെ തഫ്സീർ ഏതാണ്, അതിൻ്റെ ഇബാറത്ത് ഏതാണ്, അത് ലഫ്ദം ബിൽ ലഫ്ദുമാണ് പറയുക. ഓക്കെ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സാധാരണയായി നമ്മുടെ മുഖാമുഖങ്ങളിൽ ചോദ്യകർത്താക്കളെ വല്ലാതെ പരിചയപ്പെടുത്തുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കാറില്ല. പക്ഷേ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിനെ മുജാഹിദ് പ്രവർത്തകർക്ക് ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. അതൊരിക്കലും വ്യക്തിപരമായി അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ അല്ല. മറിച്ച് കേരളീയ സമൂഹത്തിലേക്ക് ജിന്നുവാദം കടന്നു വന്നപ്പോൾ നമ്മുടെ തലമുതിർന്ന പണ്ഡിതന്മാർ നൽകിയ ഒരു താക്കീതുണ്ട്. ഇത് അപകടകരമായ പോക്കാണ്. ഇത് നിങ്ങൾ ഈ സമൂഹത്തോട് പറയരുത്. ഇത് ഈ സമൂഹം അപകടകരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ കാരണമാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ. ഈ ചോദ്യകർത്താവ് ജിന്നുവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം ഒരിക്കൽ ഈ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തായിരുന്നുവെന്ന്, അദ്ദേഹത്തിൻ്റെ വാദം എന്തായിരുന്നുവെന്ന് നിങ്ങൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യവും അതിൻ്റെ മറുപടിയും കേൾക്കുന്നതിൻ്റെ മുമ്പ് അനിവാര്യമാണ് എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വാദം നിങ്ങളെ ഒന്ന് ആദ്യം കേൾപ്പിക്കാം. ഈ വിഷയം തുടങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ വാഹനവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ എൻ്റെ വാഹനം ആഴ്ന്നു പോയി, അതായത് ടയർ ആഴ്ന്നു പോയി. ഞാൻ പുറകുവശത്തേക്കും ഫ്രണ്ടിലേക്കും വണ്ടി ആട്ടി വലിപ്പിച്ചിട്ട് വണ്ടി കിട്ടുന്നില്ല.
ആ സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ നിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വാഹനം രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്നെ സഹായിക്കണമെന്ന്. അത് തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ്. അക്കൂട്ടത്തിൽ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ, ഇനി അതൊരു ജിന്നാവട്ടെ എന്ന നിലക്ക് തന്നെ ഈ വണ്ടി, ഈ ആഴ്ന്ന വണ്ടി ഒന്ന് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ഒന്ന് പൊന്തിച്ച് വെച്ചുകൊണ്ട് എന്നെ സഹായിക്കുമോ? ഇതൊന്ന് പൊന്തിച്ച്, ഭൗതികമായ സഹായം, ഈ വണ്ടി വന്ന് എന്റെ കൂടെ ഒന്ന് പൊന്തിച്ചു തരാൻ. ഇത് ശിർക്കാണോ? ഞാൻ അള്ളാഹു ദുആ ചെയ്തു ആത്മാർത്ഥമായി. അതിനുശേഷം അള്ളാഹുവേ ഞാനൊരു മുവഹിദാണ്, യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാവട്ടെ അതല്ലാത്ത മറ്റേതെങ്കിലും ഒരു അള്ളാഹുവിന്റെ ഒരു അടിമയാവട്ടെ, അഭൗതികമായ രീതിയിൽ ഇവിടെ വന്നുകൊണ്ട് ഈ വാഹനം പൊക്കിക്കൊണ്ട് എന്റെ കൂടെ ഒന്ന് എന്നെ സഹായിച്ചു തരണം. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഉപയോഗിച്ച പദം അഭൗതികമായ രീതിയിലാണ് സഹായം തേടുന്നത്. അഭൗതികമായ രീതിയിൽ സഹായിക്കണേ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കൊണ്ട് എന്റെ കൂടെ ഒന്ന് എന്നെ സഹായിച്ചു തരണം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എന്റെ സംസാരം കേൾക്കുന്ന, പരിധിയിലുള്ള എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിമായ മുവഹിദായ അല്ലാഹുവിന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? അതാണ് എന്റെ ഉദാഹരണം. അദ്ദേഹം ഈ ജിന്ന് തേട്ടം ശിർക്കാവാത്ത ജിന്ന് തേട്ടത്തിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നുണ്ട് ഇവിടെ ഞാനൊരു മുവഹിദാണ് എന്ന്. ഒരു മുവഹിദായ മനുഷ്യന് മരുഭൂമിയിൽ അകപ്പെട്ട് അവിടെ വണ്ടി കുടുങ്ങിപ്പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടും മനസമാധാനം ഉണ്ടാകുന്നില്ല. അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല. എന്നിട്ടും അദ്ദേഹം പിന്നെ പ്രതീക്ഷ അർപ്പിക്കുന്നത് ആരിലാണ്? മുവഹിദായ മുസ്ലിമായ ജിന്നിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ആ മുസ്ലിമായ മുവഹിദായ ജിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ ജിന്നിനോട് സഹായം തേടിയാൽ എങ്ങനെ ശിർക്ക് വരും എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ചോദിക്കുന്നത് മറ്റൊരു രൂപത്തിൽ. ഇങ്ങനെ ചോദിച്ച ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മുഖാമുഖങ്ങളിലും പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവിടെയും ചോദിക്കുന്നത് ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ഇത് ശിർക്കായി മാറുക? ഈ സംശയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. എങ്ങനെ ഇത് ശിർക്കാവുന്നത്? അങ്ങനെ ഇത് ശിർക്കാവുകയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം എത്തിച്ചേരുന്നത് എവിടെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നതാവും നന്നാവുക. ഇത് തന്നെയാണ് പറഞ്ഞത്. ജഹാലത്ത് എന്തെന്ന് പോലും മുജാഹിദുകൾക്കറിയില്ല. മുജാഹിദുകളെ കുറിച്ച് അദ്ദേഹം പറയാണ് മുജാഹിദുകളാണ്. എന്താണെന്ന് മുജാഹിദുകൾക്കറിയില്ല. ഇത് KNM കുറിച്ചല്ല കേട്ടോ. KNM കുറിച്ച് മാത്രമല്ല, അദ്ദേഹം മുമ്പ് പ്രവർത്തിച്ചിരുന്ന വിസ്ഡം വിഭാഗത്തെ കുറിച്ചുകൂടി അദ്ദേഹം പറയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിച്ചു. ജാഹിലിയത്ത് എന്തെന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. എന്താണ് മുജാഹിദുകളുടെ സ്വഭാവം? ആടിനെ പട്ടിയാക്കുക, എന്നിട്ട് പേപ്പട്ടിയാണ് എന്ന് പറയുക, എന്നിട്ട് അതിനെ അടിച്ചു കൊല്ലുവാനും എറിഞ്ഞു കൊല്ലുവാനും ആവശ്യപ്പെടുക. ഈ ഒരു രീതിയാണ് സുന്നികൾ. ഇല്ലാത്ത വാദങ്ങൾ സുന്നികളുടെ പേരിൽ ആരോപിക്കുക, എന്നിട്ട് സുന്നികൾക്ക് ആ വാദം ഉണ്ട് എന്ന് പറയുക. ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് അഖ്നാനിയത്ത്, യുക്തിവാദം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം വിസ്ഡം വിഭാഗത്തിൽ പ്രവർത്തിക്കുകയും ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നി, പിന്നെന്തിനാ വെറുതെ വിസ്ഡം വിഭാഗത്തിൽ നിൽക്കുന്നത്, സമസ്തയിലേക്ക് പോകാം. കാരണം മുജാഹിദുകൾ പറയുന്നത് സുന്നികളെ കുറിച്ച് ശിർക്കല്ലാത്ത കാര്യം. അതുവരെ KNM പറ്റി അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ഇതാ വിസ്ഡം വിഭാഗത്തെ പറ്റി ശിർക്കല്ലാത്ത കാര്യം ശിർക്കാണ് എന്ന് പറയുന്നു എന്ന ആരോപണമാണ്.
അത് നേരെ സമസ്തയിലെത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ ആരോപണം അതാണ് മുജാഹിദുകൾക്ക് നേരെ. ഇതാ സുന്നികൾക്കെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നു. സുന്നികൾ ശിർക്ക് ചെയ്യുന്നില്ല, അത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ വരുത്തി തീർക്കുകയാണ്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് വിസ്ഡത്തിലേക്ക് ഇപ്പോഴെത്തിയപ്പോൾ ഇപ്പം മുജാഹിദുകളോട് അദ്ദേഹം ചോദിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്ക് ശിർക്ക് അറിയില്ല, എങ്ങനെയാണ് ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ശിർക്കാകുന്നത് എന്നാണ് ഇപ്പോഴും അദ്ദേഹം ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, അക്കാലത്ത് ഇതിൽ യുക്തിവാദത്തിൽ അധിഷ്ഠിതമായി കൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ തൗഹീദും ശിർക്കും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സംഘടന വീണ്ടും വീണ്ടും പിളർന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഒരു ആദർശം ജനങ്ങളുടെ മുന്നിൽ പറയാൻ മുജാഹിദുകൾക്ക് സാധ്യമല്ല. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇത് അദ്ദേഹം സമസ്തയായപ്പോൾ അദ്ദേഹം ഇറക്കിയ ഒരു സമസ്തയിലേക്ക് പോകുമ്പോൾ ഇറക്കിയതാണ്. ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മുമ്പ് വിസ്ഡം വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹവുമായി നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണം കൂടി നിങ്ങളൊന്ന് കേൾക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാനല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടെന്ത്. നമ്മൾ ചിലപ്പോൾ പറയല്ലോ ജീവിക്കുന്ന ഉദാഹരണം എന്നൊക്കെ പറയില്ലേ, ആ ജീവിക്കുന്ന അദ്ദേഹം ഇവിടെ ചോദ്യം ചോദിക്കാൻ വന്നതിൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്, നമ്മൾ പരുക്കമായി പെരുമാറുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം ഇവിടെ വന്നതിൽ ഏറെ സന്തോഷിക്കുന്നവരാണ് മുജാഹിദുകൾ. കാരണം ജിന്നുവാദത്തിന്റെ അപകടം എന്ത് എന്ന ചോദ്യത്തിന് ഇതാ ഈ നിൽക്കുന്നതാണ് ജിന്നുവാദത്തിന്റെ അപകടം എന്ന് നേർക്ക് നേരെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് പറയാൻ മുജാഹിദുകൾക്ക് ലഭിച്ച അവസരമാണിത്. നോക്കൂ, ആ സംഭാഷണം കൂടി നിങ്ങളൊന്ന് കേൾക്കൂ. വിഷയത്തിലും ഈ ഇസ്തസ്കിൽ ഉമ്മത്തിക്ക എന്ന് പറഞ്ഞ ഈ സംഭവത്തിലും വിസ്ഡം പണ്ഡിതന്മാർക്ക് ഇപ്പോഴും കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, മനസ്സിലായിട്ടില്ല. പക്ഷെ ഫൈസൽ മൗലവി അതിൽ നിന്ന് വിഭിന്നമാണ്. അതായത് സക്കറിയ സൊലായി, ലബ്ബ ദാരിമി, ജബ്ബാർ മൗലവി, അതിൽ അവര് മരിച്ചുപോയി. ഇനി നൂറുദ്ദീൻ ലബ്ബ ദാരിമി മാത്രം ബാക്കിയുണ്ട്. അവിടെ ലബ്ബ ദാരിമി പറയുന്നു, ഫൈസൽ മൗലവി പറഞ്ഞു, ഞാനും അതേ വിശ്വാസക്കാരനാണ്. അത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാടുകളില് ഇപ്പൊ ഈ വിഷയം വരുമ്പോ ഈ കുത്തുബിയത്തിലാണല്ലോ ഈ ജിന്നുകളെ വിളിക്കുന്ന വിഷയത്തിൽ സമസ്തക്കാര് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നുള്ളൂ. ജിന്നുകളെ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുതായിരുന്നു, ആ ഒരു ഇഷ്കാലിടുന്ന വിഷയം ചർച്ച കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അങ്ങനെ കേനമ തന്നെ നിന്നാ മതിയായിരുന്നല്ലോ. നമ്മളെ സംഘടന പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിലും ആ കേനമ എന്ത് കാര്യമാണോ ചെയ്തത് അതേ കോലത്തിലേക്ക് ഇപ്പൊ വിസ്ഡം ഇസ്ലാമിനെ കുറച്ച് എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ വിഷയം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ എന്റെ ലൂഫും മറ്റൊന്നല്ല ചർച്ച ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഷിർക്കല്ലാത്തൊരു സംഗതി ഷിർക്കാണെന്ന് പറഞ്ഞാൽ അത് ഷിർക്ക് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. ഇതാണ് വിഷയം. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാദം ഇതാണ്, ശിർക്കല്ലാത്ത ഒരു കാര്യം ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നതാണല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യം, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ജിന്നിനോട് ഭൗതികമായ ഒരു സഹായം തേടിയാൽ, ഒരു ഭൗതികമായ സഹായം തേടുന്നു, അത് ഇബാദത്തല്ല, അത് പ്രാർത്ഥനയല്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ചോദ്യം ജിന്നിനോട് തേടിയാൽ അതെങ്ങനെയാണ് ശിർക്കാവുക എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ മുജാഹിദുകൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നോ? ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണ്, ജിന്നിനോടുള്ള ഭൗതികമായ സഹായതേട്ടം പോലും ശിർക്കാണ് എന്ന വിഷയത്തിൽ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നോ? ഈ ജിന്നുവാദം ആരംഭിച്ച കാലത്ത് പോലും, ജിന്നുവാദം തുടങ്ങിയ കാലത്ത് പോലും അങ്ങനെ ഒരു തർക്കമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നോക്കൂ, ഈ വിഷയത്തിൽ ഇതുപോലെ ഒരു മുഖാമുഖത്തിൽ ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ച ചോദ്യവും അതിന് അദ്ദേഹം പറയുന്ന മറുപടിയും നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം, ഇബാദത്തില്ല, ദിവ്യത്വമില്ല, അബോധികത കൽപ്പിക്കുന്നില്ല, ഒന്നുമില്ല. ജബ്ബാർ മൗലി ഇസ്ലാഹിൽ എഴുതിയതുപോലെ ഈ രാത്രിയുടെ എല്ലിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ മനസ്സിൽ വരുന്ന പ്രാർത്ഥന, നിങ്ങൾ അതൊന്നും വിശദീകരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ യാതൊരു അബോധികതയില്ല, ദിവ്യത്വമില്ല, ഒരു വിശ്വാസം, ഇബാദത്തും ഒന്നുമില്ല, ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ എനിക്ക് വെളിച്ചം തരണേ, എന്നെ സഹായിക്കണേ എന്ന് പറയുന്നു. എന്നതുപോലെ ഞാൻ കാണാത്ത അദൃശ്യനായ ജിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ, എനിക്കൊന്ന് വെളിച്ചം തരണേ. ഈ ചോദ്യം
പ്രാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, ഇസ്തിഹാസയല്ല, ഇസ്തിയാനത്ത് ഒന്നും കൂട്ടണ്ട. ഒരു വിളി, ഒരു ചോദ്യം, അത് ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ല ഹറാമാണോ, വസീലത്ത് ശിർക്കാണോ ജായിദാണോ, നിങ്ങൾ അത് പറ. ചോദ്യം കൃത്യമാണല്ലോ. ചോദ്യകർത്താവ് തന്നെ പറയുന്നു ഇത് ഇബാദത്താന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ഇത് പ്രാർത്ഥനയാണ് എന്നുള്ള നിലക്കുമല്ല. നേരെ മറിച്ച് നമ്മളുടെ സാധാരണ കാണുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് തേടുന്നത് പോലെ ഇവിടെ ഒരു ജിന്നിനോട് കാണുന്നില്ലെങ്കിലും തേടുകയാണ്, വെളിച്ചം തരണേന്ന് പറയാൻ. അത് എന്താണ് എന്നാണ് ചോദ്യം. ഫൈസൽ മുസ്ലിയാർ പറയുന്ന മറുപടി കേട്ടോളൂ. ഉത്തരം നിങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, ചോദ്യത്തിൽ തന്നെ ഉത്തരം വന്നു. ശിർക്ക് വരുന്നത് ദുആ ഉണ്ടാകുന്നിടത്താണ്. ദുആ ഇല്ല നിങ്ങൾ പറഞ്ഞു, അഭൗതികം ഇല്ലാന്ന് പറഞ്ഞു, ഒരു വിശ്വാസവും ഇല്ല. പിന്നെ കളിയാക്കാൻ വിളിച്ചതാണോ, ആളെ പരിഹസിക്കാനാണോ, അതല്ല ഓമലും ചെയ്യാൻ വേണ്ടിയാണോ, അത് പിന്നെ ചോദിക്കുന്ന അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയാൽ നമുക്ക് അയാളോട് ചോദിക്കാം. സാധാരണഗതിയിൽ ഒരാളെ ജിന്നെ സഹായിക്കണേ വിളിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും. കേട്ടില്ലേ ചോദ്യകർത്താവിനുള്ള മറുപടി? ഞാൻ പറയുന്നതിന് മുമ്പ് ഫൈസൽ മുസ്ലിയാർ തന്നെ പറയാണ്, അദ്ദേഹം വിസ്ഡം വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചോദ്യകർത്താവ് അദ്ദേഹത്തിന്റെ നേതാവായ ഫൈസൽ മുസ്ലിയാർ പറയുന്നു, സാധാരണഗതിയിൽ ജിന്നിനോട് ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അതിൽ ഇബാദത്ത് വന്നു, അതിൽ പ്രാർത്ഥന വന്നു, അത് ശിർക്കാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ തന്നെ പറയുന്നു. ഈ പറഞ്ഞതെല്ലാം വരും. സാധാരണഗതിയിൽ ഒരാളെ ജിന്നെ സഹായിക്കണേ വിളിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും, ഈ പറഞ്ഞതെല്ലാം വരും. ഇന്നേ വരെ നമ്മൾ ഒരാളെ അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ അയാളോട് ചോദിക്കാം, എന്റെ സുഹൃത്ത് നീ വിളിക്കാൻ കാരണം. വിളിക്കുന്ന ആളെ കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ വിളിച്ചാ ശിർക്കല്ല എന്ന് പറയുന്ന ആളെ കിട്ടിയല്ലോ. ചോദ്യകർത്താവിനെ നിങ്ങൾ എല്ലാവരും കണ്ടു, അദ്ദേഹം അത് പറഞ്ഞതും കേട്ടു. മരുഭൂമിയിൽ ഞാൻ കുടുങ്ങി, എൻ്റെ വണ്ടി താഴ്ന്നു പോയി, അങ്ങനെയുള്ള സമയത്ത് അള്ളാഹിനെ വിളിച്ചു, എന്നിട്ട് പിന്നെ ഞാൻ ആ മുസ്ലിമായ മുവഹിദായ ജിന്നിനെ വിളിച്ചാൽ എങ്ങനെ ശിർക്കാവും എന്ന് ചോദിച്ച ആളെ ജീവനോടെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ വിളിക്കരുത് എന്നാണ് എല്ലാവരും പറയുന്നത് എങ്കിലും അങ്ങനെ വിളിച്ചാൽ ശിർക്കാവില്ല എന്ന് ഉദാഹരണത്തോടു കൂടി പറയുന്ന ആളുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇനിയും നോക്കൂ ഫൈസൽ മുസ്ലിയാർ പറയുന്നത്. ഞാൻ പറഞ്ഞു ജിന്നിനെ പരിഹസിക്കാൻ വിളിച്ചതാണ്, പിന്നെ മൂസക്കും തർക്കമില്ല, ഓൻ പോണേക്ക് പോട്ടെ നിൽക്കാം. ചിലപ്പോൾ മനസ്സിലാകും ഓൻ തലക്ക് സുഖമില്ലാത്ത ആളാണ്, അപ്പോഴും നമ്മൾ ഓനെ കാര്യത്തിൽ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇന്നേ വരെ അങ്ങനെ വിളിക്കുന്ന ഒരാളെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒരു വിശ്വാസവും ഇല്ലാതെ, ഒരു അബൗദികം കേൾപ്പിക്കാതെ, ഒരു ദുആയും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ജിന്നെ വിളിക്കുന്ന ഏർപ്പാട് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ ഓനോട് ചോദിക്കുക, സുഹൃത്ത് എന്താ ഏത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? അപ്പൊ ഓൻ നമുക്ക് വിധി പറയാം. ഓൻ തലക്ക് സുഖമില്ലെങ്കിൽ മത നിയമങ്ങൾ ഓന് ബാധകമല്ല. ആളെ കുതിരാക്കാൻ വിളിച്ചതാണെങ്കിൽ മനുഷ്യനോടാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കിട്ടും മൂന്നക്ക്, ജിന്നാകുമ്പോൾ ചിലപ്പോൾ ഓൻ ചിലപ്പോൾ കേട്ട പോലെ പോയിക്കൂടായില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുത്തൻ ചോദിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓനോട് ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും അത് ചോദിക്കുകയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ എന്തിനത്ര എടുങ്ങാതെ നമുക്ക് ഉണ്ടാക്കുന്നത്? സാധാരണഗതിയിൽ ഒരു ജിന്നെ സഹായിക്കുന്ന ഒരുത്തൻ പറയുമ്പോൾ ഓന്റെ ഉള്ളിൽ ഇതെല്ലാം വരും. ഇനി ഫൈസൽ മുസ്ലിയാർ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വിശ്വാസമൊക്കെ വരും, ഇല്ലാത്ത ചോദ്യം ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഒരു ജിന്നെ സഹായിക്കുന്ന ഒരുത്തൻ പറയുമ്പോൾ ഓന്റെ ഉള്ളിൽ ഇതെല്ലാം വരും. ഈ വിശ്വാസമൊക്കെ വരും, ഇല്ലാത്ത ചോദ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഇനി അതാഴ്ച ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോഴും, ഒരു മനുഷ്യൻ ഞാൻ ഇപ്പൊ മൂസനെടുത്ത് വരിക, എനിക്ക് 14 രൂപ വായ്പ വേണം, ഇതിന് വരുമ്പോഴും എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ, മൂസ തരാതെക്കൂല, അത് പരിഗണിക്കാതിരിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിട്ടല്ലേ വരുന്നത്. അല്ല വെറുതെ ആളെ കുതിരാക്കാൻ വേണ്ടി വരികയാണെങ്കിലോ എന്താ മോലെ നിങ്ങൾ ആളെ കളിയാക്കാതെ ചോദിക്കുള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ ജിന്നെ സഹായിക്കണമെന്ന് ഒരാൾ കുടുങ്ങുമ്പോ പറയുന്നുണ്ടെങ്കിൽ, നീ ഇരുട്ടത്ത് തപ്പണമെന്നില്ല, പകൽ വെളിച്ചത്തിലായാലും ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ ഓന്റെ ഉള്ളിൽ ജിന്നിനെ കുറിച്ചുള്ള ഒരു ധാരണ വിശ്വാസം ഉണ്ട്. ഞാൻ വിളിച്ചാൽ വരും, ഞാൻ വിളിച്ചാൽ കിട്ടും, ഞാൻ വിളിച്ചാൽ സഹായിക്കും, ഞാൻ വിളിച്ചോടത്ത് വലെത്തും എന്ന വിശ്വാസം ഉണ്ട്. അവിടെ ശിർക്ക് വന്നു. കേട്ടോ, എത്ര കൃത്യമാണ്. സാധാരണഗതിയിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇസ്തിആനത്ത് നടത്തിയാൽ രാത്രിയുടെ ഇരുളിലെ പകൽ വെളിച്ചത്തിൽ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ആ പറയുമ്പോ അവന്റെ മനസ്സിൽ ജിന്ന് കേൾക്കും, ജിന്നതറിയും, ജിന്നെന്നെ സഹായിക്കും എന്ന വിശ്വാസമുണ്ട്. അങ്ങനെ ഇല്ലാതെ ഒരാളും വിളിക്കൂല. അവിടെ ശിർക്ക് വന്നു എന്ന് പറയുന്നതാരാ? ചോദ്യകർത്താവ് അദ്ദേഹത്തിന്റെ വലിയ പണ്ഡിതനായി അംഗീകരിക്കുന്ന, സമസ്തയിലേക്ക് പോയപ്പോൾ ഫൈസലിന് വിവരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം വിവരമുണ്ട് എന്ന് അംഗീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിതനാണ് പറയുന്നത്, അങ്ങനെ തേടിയാൽ ആ തേട്ടത്തിൽ ശിർക്ക് വന്നു. ഓന്റെ ഉള്ളിൽ ജിന്നിനെ കുറിച്ചുള്ള ഒരു ധാരണ വിശ്വാസം ഉണ്ട്. ഞാൻ വിളിച്ചാൽ വരും, ഞാൻ വിളിച്ചാൽ കിട്ടും, ഞാൻ വിളിച്ചാൽ സഹായിക്കും, ഞാൻ വിളിച്ചോടത്ത് വലെത്തും എന്ന വിശ്വാസം ഉണ്ട്. അവിടെ ശിർക്ക് വന്നു. അതൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതുമില്ല, അങ്ങനെ ഒരാൾ വിളിക്കൂല, അങ്ങനെ ഒരാൾ വിളിക്കൂല. അപ്പൊ ഇനി ഈ ചോദ്യത്തിന്റെ മറുപടി അദ്ദേഹം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിനുള്ള തെളിവെന്താണ്?
അപ്പൊ ശിർക്കാണ് എന്നത് മുജാഹിദുകൾ മാത്രം പറയുന്നതല്ല. നേരെ മറിച്ച് ഈ ജിന്നുവാദം വന്നപ്പോൾ തന്നെ ഈ ജിന്നുവാദം അതുമായി നടന്ന ആളുകൾ പോലും ഇത് അംഗീകരിച്ചതാണ് എന്നതാണ്. ഈ സഹായാർത്ഥനകൾ അത് ശിർക്കാണ് എന്നതിന് മുജാഹിദുകൾക്ക് ഓതാനുള്ള ആയത്ത് ഈ അനസ് മൗലവി കൊച്ചിയിൽ ഓതി എന്ന് പറയുന്ന ആയത്ത് തന്നെയാണ് ഒന്നാമതായി ഓതാനുള്ളത്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. ജിന്നിനോടുള്ള സഹായാർത്ഥന, ആ സഹായാർത്ഥന എന്തിന്? ഇവിടെ ജിന്നിനോട് സഹായാർത്ഥന നടത്തിയത് അഭേദേട്ടമാണ്. ഇസ്തിആനയായാലും ഇവരൊക്കെ ഇത് കൂട്ടിക്കുഴക്കലാണ്. ഇസ്തിആനയാണ്, ഇസ്തിഗാസയാണ്, അതേപോലെ തന്നെ ഇസ്തിശ്വാണ്. നമ്മൾ ഈ മുഖാമുഖത്തിന് തലവാചകങ്ങൾ കൊടുക്കാനുള്ള കാരണം തന്നെ അതാണ്. ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഞങ്ങൾ ഇസ്തിഗാസ നടത്തുന്നില്ല, ഞങ്ങൾ ഇസ്തിആന നടത്തുന്നില്ല, ഞങ്ങൾ ഇസ്തിശ്വാണ് നടത്തുന്നത് എന്ന് സമസ്തക്കാർ പറയുന്നു. ഞങ്ങൾ ഇസ്തിആദത്ത് നടത്തുന്നില്ല, ഞങ്ങൾ നടത്തുന്നത് ഇസ്തിആനയാണ്, അത് ശിർക്കല്ല എന്ന് ഞങ്ങൾ പറയുന്നത് ഇസ്തിആനയാണ് എന്ന് വിസ്ഡം വിഭാഗം പറയുന്നു. ആലോചിച്ചു നോക്കൂ, ഇതെല്ലാം പ്രാർത്ഥനയുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഇസ്തിആന എന്ന് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും ഇസ്തിശ്വാ എന്ന് പറഞ്ഞാലും ഈ അള്ളാഹു അല്ലാത്തവരോട് ഇന്ന് നടത്തുമ്പോൾ അത് ശിർക്കാണ്. അക്കാര്യത്തിൽ ആർക്കാണ് തർക്കം? ഇവിടെ പറഞ്ഞു മനുഷ്യന്മാരോട് ഇസ്തിആദത്ത് തേടാൻ പാടില്ല. അങ്ങനെയുണ്ടോ? മനുഷ്യന്മാരോട് അഭയം തേടാൻ പാടില്ലേ? ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അഭയം തേടി ഒരാളുടെ അടുക്ക് ഇതാ എന്നെ ശത്രുക്കൾ ആക്രമിക്കുന്നു, നിങ്ങൾ എനിക്ക് അഭയം തരണം എന്ന് പറയുന്നത് ശിർക്കാണോ? അത് ശിർക്കാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല, അത് ശിർക്കാണ് എന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ജിന്നുകളോടാകുമ്പോൾ ആ സഹായാർത്ഥന ശിർക്കായി. ഒന്ന്. ഇനി രണ്ടാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. സൂറത്ത് ഫാത്തിറിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി നടത്തിയ വ്യാഖ്യാനം അറിയാത്തവർ മുജാഹിദുകളുടെ കൂട്ടത്തിലുണ്ടോ? ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി. നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ പ്രയാസം വരുമ്പോ, അതല്ലേ രാത്രിയുടെ ഇരുളിൽ വെളിച്ചം കിട്ടാതെ കഷ്ടപ്പെടുമ്പോ ജിന്നെ വെളിച്ചം തരുമോ എന്ന് ചോദിക്കൽ. അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അത് ജിന്ന്, അത് ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ഇത് കല്ലിനും മരത്തിനും ബിംബത്തിനും വിഗ്രഹത്തിനും മാത്രം ബാധകമാണോ? അല്ല. സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ മിനൽ മഅബൂദീൻ കൽമലായികത്തി വൽജിൻ മിമ്മാ യഅഖിൽ കൽമലായികത്തി വൽജിന്നി വൽഅംബിയായി വശയാത്തീൻ. ഇത് ജിന്നിനും ബാധകാണ്, മലക്കിനും ബാധകാണ്, നബിക്കും ബാധകാണ്, ശൈത്താനും ബാധകാണ്. ഇങ്ങനെ എല്ലാവർക്കും ബാധകമാണ്. ആരോട് ഇസ്തിഗാസ നടത്തിയാലും അത് ശിർക്കാണ് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതായി ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ചോദ്യകർത്താവിനോട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, പ്രിയ സുഹൃത്തെ, ഈ വാദത്തിന്റെ അപകടം അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടയാളാണ് താങ്കൾ. തൗഹീദിന്റെ വെളിച്ചം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലഭിക്കുകയും ആ വെളിച്ചത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1998 ഈ ആദർശത്തിലേക്ക് കടന്നു വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. 1998 മുതൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികം ഈ തൗഹീദിന്റെ വെളിച്ചം അനുഭവിച്ച് ജീവിക്കുകയും അതിനുശേഷം സമസ്ത എന്ന ശിർക്കിന്റെ കൂടാരത്തിലേക്ക് തിരിച്ചു പോകാൻ താങ്കളെ പ്രേരിപ്പിക്കുകയും ചെയ്ത വിശ്വാസം എന്ത് എന്ന് താങ്കൾ ഇന്ന് കിടന്നുറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക. ഏത് വിശ്വാസമാണ് താങ്കളെ അതിന് പ്രേരിപ്പിച്ചത്? ഈ വികലമായ വിശ്വാസമാണ്. ഈ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാവുകയില്ല എന്നതിന് അടിസ്ഥാനമായി താങ്കളുടെ മനസ്സിൽ താങ്കൾ കൊണ്ടു നടക്കുന്ന ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ തിരുത്താൻ ഈ ഇവിടെ കേൾപ്പിച്ച ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗവും വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളും മതിയാവുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഹനീഫ് കായക്കൂടി മനസ്സിലാക്കേണ്ടത്, അബ്ദുറഹ്മാൻ മദീനി റിയാദിൽ വിസാറിൽ ജോലി ചെയ്യുന്ന, ഇവിടെ 2012 ഈ പിളർപ്പിൻ്റെ തുടക്കത്തിൽ ഹനീഫ് കായക്കൂടിയും സക്കരിയ സ്വലാഹിയും അതേപോലെ ഫൈസൽ മുസ്ലിയാരൊന്നും പരസ്യമായി ഇറങ്ങിയിട്ടില്ല.
ആ സമയത്ത് ബൈലുക്സ് മെസ്സഞ്ചറിൽ അബ്ദുറഹ്മാൻ സ്വലാഹിയും ഈ ഉള്ളവനൊരു ഈ വിഷയത്തിൽ ഒരു ചെറിയ സംവാദം നടന്നു. അദ്ദേഹം അബ്ദുറഹ്മാൻ മദീനി എന്നോട് ആവർത്തിച്ച് ചോദിച്ചു. ആ സന്ദർഭത്തിലാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. ഇതിൻ്റെ മുമ്പ് മറ്റൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഇത് വസീലത്തുൻ ഇല ഷിർക്കിനാണ് ഉദാഹരണം പറഞ്ഞത്. ഒരു മിനിറ്റ്, ആ ഉദാഹരണത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതല്ല തെറ്റാണെന്നാണ് നിങ്ങളുടെ വിശ്വാസം? നിങ്ങൾ ഈ അതാണ് ചോദിക്കുന്നത്, എന്നിട്ട് പറഞ്ഞാൽ മതി ബാക്കി. ഈ ഉദാഹരണം നിങ്ങളിത് വിശദീകരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുക മൂപ്പര് തിരുത്തുമൊക്കെ ചെയ്ത ഒരു വിശ്വാസം കായക്കൊടി എന്തിനാണ് ഇപ്പൊ എടുത്തിട്ടെന്നാണ്. അതുകൊണ്ടാണ് എന്റെ ചോദ്യം, ഈ ഉദാഹരണം ശരിയാണോ തെറ്റാണോ ഇപ്പൊ നിങ്ങളുടെ വിശ്വാസപ്രകാരം? എന്റെ വിശ്വാസത്തിൽ പ്രാർത്ഥനയില്ല. ഈ നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതല്ല അതിൽ നിന്ന് പിന്മാറുന്നുണ്ടോ? ആ ഉദാഹരണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ മതി, ഇനി നിങ്ങൾ പറഞ്ഞോളൂ. ചരിത്രം പറയണമെന്നില്ല, ഏതായാലും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള മനസ്സിലായല്ലോ. കഴിഞ്ഞു. അബ്ദുറഹ്മാൻ മദീനിയോട് ഞാൻ വസീലത്തുൻ ഇല ഷിർക്ക് ഹറാമ് അതിന് ഉദാഹരണം പറഞ്ഞതാണ്. പിന്നെ സമസ്തയിലേക്ക് ഞാൻ പോയിട്ടില്ല. എൻ്റെ കേട്ടോ, നിങ്ങൾ ചോദ്യം ചോദിക്കാം, വിശദീകരണങ്ങൾ ഒഴിവാക്കി ചോദ്യങ്ങളിലേക്ക് വരിക. അല്ല, എന്നെ കുറേ വിശദീകരിച്ചു ചോദ്യങ്ങൾ ബ്രീഫായി. ഇവിടെ ഞാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പോകുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പോകുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, പോയിട്ടില്ല. നിങ്ങളുടെ മകളുടെ നിക്കാഹ് നടത്തിയതാരാ? AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുണ്ട്, കാന്തപുരം. അതെ, ഞാൻ സമസ്തയിലൊന്നും പോയിട്ടില്ല. ഈ പറഞ്ഞതൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകളെ കുറിച്ച് മുജാഹിലുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമസ്തയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മൂപ്പര് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ ചോദ്യം ഇവിടെ ഷിർക്ക് അശ്ശിർക്കു ഇസ്ബാത്തു ശരീകിൻ ഫിൽ ഉലൂഹിയത്തി വ ഖവാസിഹ ലിമൻ യഅ്തഖിദു ലഹു ഔസാഫ് റുബൂബിയ. അല്ലാഹുവിൻ്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും ഷിർക്ക് ചെയ്യാതെ തലബുൽ അബ്ദി മിൻ റബ്ബിഹി അൽ ഹവായിജ, അടിമ ഉടമയായ രക്ഷിതാവിനോട് ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷിർക്കില്ലാതെ അഖസായത്തിൽ ഖുദൂഇ വ തദല്ലുൽ പരമമായ വണക്കവും താഴ്മയും ഇല്ലാതെ, പ്രാർത്ഥനയില്ലാതെ, പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിആനത്തോ ഇസ്തിഗാസയോ ഇസ്തിആദത്തോ ഇല്ലാതെ ജിന്നിനോട് വല്ലതും തേടിയാൽ നിരുപാധികം ഷിർക്കാണ് എന്ന് ജിന്നിനു മാത്രമായി ഒരു ഷിർക്ക് ഏത് ആയത്തിലാണ് പഠിപ്പിക്കുന്നത്? ഏത് സ്വഹിയായ ഹദീസിലാണ് പഠിപ്പിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും സാധാരണ മറ്റു മുഖാമുഖങ്ങളിൽ പോയി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പോകുന്നത് പോലെ മുജാഹിദുകൾ നടത്തുന്ന മുഖാമുഖത്തിൽ പോയി അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പോകാൻ കഴിയില്ല എന്ന് ബാബ ഉസ്താദിന് നന്നായി മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇവിടെ ഒരുപാട് പാഠങ്ങൾ ബാബ ഉസ്താദിൽ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ശരാശരി ഒരു വിസ്റ്റം പ്രവർത്തകൻ എന്താണ്, അയാളുടെ അഖീദ എന്താണ് എന്നുള്ളത് ബാബ ഉസ്താദിലൂടെ തന്നെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഉദ്ധരിക്കുന്ന തെളിവുകൾ, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കാന്തപുരം സമസ്തക്കാരുടെ വാദഗതികളാണ്. ഈ വാദഗതികൾ തന്നെയാണ് സലഫി മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നമുക്കിടയിലേക്ക് കടന്നു വരുന്ന വിസ്റ്റം പ്രവർത്തകരും അവരുടെ പണ്ഡിതന്മാരും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സാധാരണ നമുക്കറിയാം, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ മുഹീദ്ദീൻ ശൈഖിനെ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഉദാഹരണത്തിന് ഖുതുബിയ്യത്തിൽ വമൻ യുനാദിസ്മി അൽഫം ബി ഖൽവതിഹി അസ്മൻ ബി ഹിമ്മതിഹി സർമൻ ലിഅഫ്വതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ എന്ന് 1000 വട്ടം മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് ദുആ ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സഖാഫികൾ, മുസ്ലിയാർക്ക് സഖാഫികളെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ അത്തരം ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സഖാഫികളോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ, ഇത് ദുആ ആണോ അല്ലേ, ഇത് ദുആ ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ അവർ പറയും ഒരിക്കലും ദുആ അല്ല. കാരണം ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനോടാണ് തേടുന്നത്. മുഹീദ്ദീൻ ശൈഖ് അള്ളയാണെന്നോ ഇലാഹാണെന്നോ വിശ്വാസമില്ലാതെയാണ് ഞങ്ങൾ തേടുന്നത്. മുഹീദ്ദീൻ ശൈഖ് റബ്ബാണ് എന്ന വിശ്വാസമില്ലാതെയാണ് ഞങ്ങൾ തേടുന്നത്.
ദുആ ആകണമെങ്കിൽ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തൻ്റെ റബ്ബിനോട് നടത്തുന്നതിനാണ് ദുആ എന്ന് പറയുന്നത്. മുഹീദ്ദീൻ ശൈഖ് റബ്ബാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഔലിയാക്കൾ റബ്ബുകളാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, അവർ ഔലിയാക്കളാണ് എന്ന നിലക്കാണ് ഞങ്ങൾ തേടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്നത് പ്രാർത്ഥനയല്ല, ദുആ അല്ല എന്ന ന്യായമാണ് ഏതൊരു സമസ്തക്കാരനും അവതരിപ്പിക്കുന്നതെങ്കിൽ സമാനമായ ഇബാറത്തുമായിട്ടാണ് ബാബ ഉസ്താദ് വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഹഖീഖത്തു ദുആ, യഥാർത്ഥ ദുആ, ബാത്തിലായ ദുആ അല്ല, ഒരു ശരിയായ ദുആ അതെന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് പറയുന്ന വാചകമാണ് ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു. തൻ്റെ റബ്ബിനോടാണ് ദുആ നടത്തേണ്ടത്, അതാണ് ഹഖീഖത്തു ദുആ. എന്നാൽ ലോകത്ത് ഹഖീഖത്തു ദുആ മാത്രമല്ല, യഥാർത്ഥ ദുആ മാത്രമല്ല, ബാത്തിലായ ലലാലത്തിന്റെ, കുഫ്രിന്റെ, ഷിർക്കിന്റെ ദുആ ഉണ്ട്. ആ ദുആ അതിന്റെ നിർവചനമാണോ ഇത്? ഒരിക്കലുമല്ല. ഇത് ഹഖീഖത്തു ദുആഇന്റെ നിർവചനമാണ്. റബ്ബിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടൊരു മനുഷ്യന്റെ ഉൾപ്രേരണയിലൂടെ കടന്നു വരുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം നടത്തുന്ന യഥാർത്ഥ ഹഖീഖത്തു ദുആ. എന്നാൽ ആ റബ്ബിനോട് മാത്രം നടത്തേണ്ട ദുആ ചിലർ മരിച്ചു മൺമറഞ്ഞു പോയവരോട് നടത്തുന്നുണ്ട്, മറ്റു ചില ആളുകൾ ജിന്നുകളോട് നടത്തുന്നുണ്ട്, മറ്റു ചില ആളുകൾ അതേ മരത്തോടും കല്ലിനോടുമൊക്കെ നടത്തുന്നുണ്ട്. അത്തരം ദുആകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണിശമായി ഖുർആനിലൂടെ എതിർത്തു എന്ന് മാത്രമല്ല, അല്ലാഹു പറഞ്ഞു വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു യൗമൽ ഖിയാമഹ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വളരെ കൃത്യമാണ് ഖുർആൻ പറഞ്ഞത്. അത് ഏറ്റവും വലിയ വഴികേടാണ്. എന്ന് പറഞ്ഞാൽ റബ്ബായ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ദുആ, ഹഖീഖത്തായ നിലക്ക് റബ്ബിന് മാത്രം കൊടുക്കേണ്ട ദുആ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾക്ക് നൽകുന്നവനെക്കാളും വഴിപടച്ചവനാരുണ്ട്? അപ്പൊ ഇയാൾ പറയാണ് ഞാൻ റബ്ബ് എന്നുള്ള നിലക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ദുആ അല്ലെങ്കിൽ തേട്ടം, പ്രാർത്ഥന, ഇസ്തിആന എന്നുള്ളത് ഇന്നൽ ഇസ്തിആനത ഇബാദ, അത് ആരാധനയുടെ വകുപ്പിൽപ്പെട്ടതാണ്, ആരാധനയുടെ വകുപ്പിൽപ്പെട്ടതാണ്. എന്നാൽ ഒരു മനുഷ്യൻ ജിന്നിനോട്, നേരത്തെ ബാബ ഉസ്താദ് പറഞ്ഞതുപോലെ വിജനപ്രദേശത്തെത്തുമ്പോൾ, വണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോഴോ ഈ രൂപത്തിൽ ജിന്നുകളോട് സഹായം തേടിയാൽ അത് ഞാൻ ജിന്നിനോടല്ലേ സഹായം തേടുന്നത്, റബ്ബിനോടല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് ദുആ ആവുകയില്ല എന്നല്ല ഖുർആൻ പഠിപ്പിച്ചത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിച്ചു. ആ ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിച്ച വചനം ഇസ്ലാമിക ലോകം വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. നിങ്ങൾക്ക് കിതാബടക്കം പഠിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. ബാബ ഉസ്താദിനോട് ഞങ്ങൾ ആദരവ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ലലാലത്തുകളെ പിന്താങ്ങിക്കൊണ്ടല്ല. ഒരക്ഷരത്തിൽ നിങ്ങളുടെ ലലാലത്തിനെ ഞങ്ങൾ പിന്താങ്ങുകയില്ല. നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് അത് ബോധ്യപ്പെടുത്തി തന്നാണ് ഞങ്ങൾ നിങ്ങളെ ആദരിക്കുക. അല്ലാതെ വെറുതെ വാക്കുകൾ കൊണ്ട് ആദരിച്ചിട്ട് കാര്യമില്ലല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. എൻ്റെ കയ്യിലുള്ളത് കിതാബു തൗഹീദിന്റെ ശറഹാണ്. ഇസ്ലാമിക ലോകത്ത്, സലഫി ലോകത്ത് ഏറ്റവും അധികം പഠിപ്പിക്കപ്പെടുന്ന കിതാബു തൗഹീദ്, അതിന്റെ ശറഹിൽ ബാബുൻ മിനശ്ശിർക്കി അൽ ഇസ്തിആദത്തു ബിഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്തവരോടുള്ള ഇസ്തിആദത്ത്, അത് സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായം എന്ന പേരിൽ തന്നെ കൊണ്ടുവന്ന ആയത്താണെന്ത്? വഖൗലുല്ലാഹി തആല, അല്ലാഹുവിന്റെ വാക്ക്. ഏത് വാക്ക്? വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചിലരോട് ഇതാ അഭയം ചോദിക്കുന്നു. ഫസാദൂഹും റഹഖാ, അങ്ങനെ അവർക്ക് ഗർവ് വർദ്ധിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ ആയത്ത്. ഈ ആയത്ത് കൊച്ചിയിൽ നിന്ന് ഞാൻ ഓതിക്കൊടുത്തു ബാബ ഉസ്താദിന്. ഈ കൊച്ചിയിൽ നിന്ന് ആയത്ത് ഓതിക്കൊടുത്തതിന് ശേഷം ഒരു സമസ്തക്കാരൻ്റെ ചാനലിൽ അദ്ദേഹവുമായി ഫോൺ കോൺഫറൻസ് നടത്തി ബാബ ഉസ്താദ് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില വിസ്റ്റം പ്രവർത്തകർ അതാണ് വലിയ വാദമായി എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബ ഉസ്താദും സമസ്തക്കാരും ഈ പറയുന്ന വിസ്റ്റം പ്രവർത്തകരും അഖീദപരമായുള്ള ഏകോപനത്തിൽ എത്രമാത്രം സമന്മാരാണ് എന്നുള്ളത് നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഏതായിരുന്നാലും ആ മുസ്ലിയാരുടെ ചാനലിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇബാദത്താണ്. കാരണം ഇസ്തിആദത്തല്ലേ, അത് അനസിനോട് ചോദിച്ചാലും ഇസ്തിആദത്തായതുകൊണ്ട് ഇബാദത്താണ്. ഈ വിവരക്കേട് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ ആ ഇസ്തിആദത്ത് ഇബാദത്തായതേ ഉള്ളൂ, ഇബാദത്തല്ലാത്ത ഇസ്തിആദത്ത് ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആയത്ത് എങ്ങനെ ഫിറ്റാകും എന്ന വിവരക്കേട് ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ
ഇസ്തിആനത്ത് ഇബാദത്തല്ലാത്തതുണ്ട്, ഇസ്തിആദത്ത് ഇബാദത്തല്ലാത്തതുണ്ട്, ഇബാദത്തല്ലാത്ത ഇസ്തിആദത്തുണ്ട്. ഇന്നിവിടെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോഴും ബാബ ഉസ്താദ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ല ഇസ്തിആദത്തല്ലേ, അത് അനസ് മൗലവിയോട് ചോദിച്ചാലും അത് ശിർക്കല്ലേ? മനസ്സിലാക്കണം. അപ്പൊ ഇസ്തിആദത്ത് എന്താണെന്ന് തന്നെ പഠിച്ചിട്ടില്ല. അവിടെ ഒരു അങ്ങേറ്റം വിഡ്ഢിത്വം നിറഞ്ഞൊരു ചോദ്യം ചോദിച്ച് ഞാനത് ആവർത്തിച്ച് ഇനി പ്രയാസപ്പെടുത്തുന്നില്ല. ഏതായിരുന്നാലും ഇസ്തിആദ, അതുപോലെ തന്നെ ഇസ്തിആന, ഇസ്തമദ്ദ, ഇസ്തിഗാസ എന്നൊക്കെ പറയുന്ന ആയത്തുകൾ, ആ ആയത്തുകളിൽ പറഞ്ഞ വാക്കുകളുടെ ഘടന എന്ത് എന്ന് പോലും ഇത്തരം സാധുക്കൾ തിരിച്ചറിയാതെ പോകുന്നു. അതിന്റെ ഇസ്തിലാഹിയായ മാന എന്താണ്, അതിന്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്ന് പഠിക്കാതെ പോകുന്നു. എന്നിട്ട് ഈ വിവരക്കേട് കൊണ്ട് തൗഹീദ് സമൂഹത്തിൽ പറഞ്ഞു നടന്ന് ഒരു വലിയ ജനതയെ പിഴപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ആളുകൾ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മുവഹിദുകളായ ആളുകൾ മനസ്സിലാക്കി ഇൽമിയായി ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാനിത് ഒന്ന് ബാബ ഉസ്താദിനെ പോലെയുള്ള ആളുകളും അറിയാൻ വേണ്ടി പറയുകയാണ്. ഈ അധ്യായം ബാബും മിനശ്ശിർക്കി അൽ ഇസ്തിആദത്തു ബിഗൈരില്ലാ, ഇത് വിശദീകരിക്കുമ്പോൾ നമുക്കറിയാം മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ അദ്ദേഹം കിതാബു തൗഹീദിന് ശറഹ് എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ പറയുന്നു ഖൗലുഹു മിനശ്ശിർക്കി. അവിടെ മിനശ്ശിർക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാബ ആരംഭിക്കുന്നത്. ആ മിൻ എന്നുള്ളത് അല്ലെങ്കിൽ തബഈലിന് വേണ്ടി ഉപയോഗിച്ച മിന്നാണത്. ഇവിടെ പറഞ്ഞത് മിനശ്ശിർക്കി എന്നാണ്. ഉസ്താദെ, ബാബ ഉസ്താദെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞത് ബാബും മിനശ്ശിർക്കി എന്നാണ്. അപ്പൊ അവിടെ ഒരു മിന്നുണ്ട്. അശ്ശിർക്കു എന്ന് പറഞ്ഞല്ല തുടങ്ങിയത്, നേരെ മറിച്ച് മിനശ്ശിർക്കി എന്ന് പറയാൻ കാരണം മിൻ ലിത്തബഈലി, ആ മിൻ തബഈലിന്റെ മിന്നാണ്. എന്തുകൊണ്ടാണ് ഈ തബഈലിന്റെ മിൻ അവിടെ കൊണ്ടുവന്നത്? വഹാദിഹി തർജുമതു ലൈസത് അലാ ഇത്ലാഖിഹാ ലിഅന്നഹു ഇദൻ ഇസ്തിആദ ബിശഖ്സിൻ മിമ്മാ യഖ്ദറു അലൈഹി ഫഇന്നഹു ജായിസുൻ കൽ ഇസ്തിആന. മനസ്സിലായോ? എന്താ പറഞ്ഞ അർത്ഥം എന്ന് മനസ്സിലായോ? എന്തിനാണ് തബഈലിന്റെ മിൻ അവിടെ കൊണ്ടുവന്നത് എന്ന് മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ കിതാബു തൗഹീദിന് ശറഹ് എഴുതുമ്പോൾ പറയാണ് വഹാദിഹി തർജുമതു ലൈസത് അലാ ഇത്ലാഖിഹാ. കാര്യം മുത്തലഖായി ഇസ്തിആദത്തിനെ അവിടെ ഉദ്ദേശിക്കാൻ പറ്റില്ല. മനസ്സിലായി? നിരുപാധികം ഈ ഇസ്തിആദത്ത് അതിനെ ശിർക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാ ഇസ്തിആദത്തും ശിർക്കല്ല. മനസ്സിലായോ? അപ്പൊ ജിന്നോ എന്ന് പറഞ്ഞിട്ട് ആലോചിക്കാൻ നിൽക്കണ്ട. ആ ശിർക്കല്ലാത്തത് എന്താന്ന് പറയണ്ടില്ല. അന്നഹു ഇദൻ ഇസ്തിആദ ബിശഖ്സിൻ ഇല്ലി അന്നഹു ഇദസ്തആദ ബിശഖ്സിൻ മിമ്മാ യഖ്ദിറു അലൈഹി ഫഇന്നഹു ജായിസുൻ. ഒരു മനുഷ്യർക്ക്, ഒരു വ്യക്തിക്ക് കഴിയുന്ന കാര്യത്തിൽ അയാളോട് അഭയം ചോദിക്കുക എന്നുള്ളത് ഹറാമല്ല. വസീലത്ത് ശിർക്കായതിനെ പറ്റിയല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. നേരെ മറിച്ച് ഫഇന്നഹു ജായിസുൻ, അത് അനുവദനീയമാണ്. ഏതുപോലെ ഞാൻ ഓതി ആയത്തുണ്ടല്ലോ, കൊച്ചിയിൽ വെച്ച് ഓതി പഠിപ്പിച്ച ആയത്ത്, വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹ്ഖാ എന്ന ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇസ്തിആദത്ത് എന്ത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ആ ഇസ്തിആദത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ആ ഇസ്തിആദത്ത് എന്തെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അതേ ഒരാള് മനുഷ്യനോട് ഒരു നാട്ടിൽ ചെന്ന് ചോദിക്കുന്ന അഭയതേട്ടങ്ങളുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ അത് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു ശത്രുരാജ്യത്തൂടെ പോകുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളെ കണ്ട് നമ്മൾ അഭയം ചോദിക്കാറില്ലേ? അത് ശിർക്കല്ല, അത് ശിർക്കല്ല. അതാ പറഞ്ഞത് അന്നഹു ഇദസ്തആദ ബിശഖ്സിൻ മിമ്മാ യഖ്ദിറു അലൈഹി ഫഇന്നഹു ജായിസ്, അത് അനുവദനീയമാണ്, അത് അനുവദനീയമാണ്. ഏതുപോലെ? കൽ ഇസ്തിആന, സഹായതേട്ടം പോലെ. സഹായതേട്ടം പോലെ ഒരു മനുഷ്യന് കഴിയുന്ന കാര്യങ്ങൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളോട് ചോദിക്കുന്നത് ശിർക്കല്ലാത്തതുപോലെ ഇസ്തിആദത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്തിആദത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇബാദത്താണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത് മനുഷ്യരോട് അഭയം ചോദിക്കേണ്ട ഘട്ടങ്ങളിൽ അഭയം ചോദിക്കൽ അനുവദനീയമായതുണ്ട്. കൽ ഇസ്തിആന, സഹായതേട്ടം പോലെ. എന്നാലോ ഈ അനുവദനീയമായ മനുഷ്യരോട് ചോദിക്കൽ ജായിസായ ഈ സഹായതേട്ടം ജീവിച്ചിരിക്കുന്ന ജിന്നുകളോട് അഥവാ മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം, അനുവദനീയമായ കാര്യം, അതേ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ജിന്നുകളോട് ചോദിച്ചു. ജിന്നുകളോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് നിരുപാധികം ശിർക്കല്ല എന്ന്. ശിർക്കിന്റെ ഏത് നിർവചനത്തിലാണ് പെടുത്തുക എന്നുള്ളത് വളരെ കൃത്യമായി കേട്ടോ. മനുഷ്യരോട് ചോദിച്ചാൽ, മനുഷ്യരോട് അഭയം ചോദിച്ചാൽ, മനുഷ്യരോട് സഹായം തേടിയാൽ ശിർക്കല്ലാത്ത കാര്യം
മക്കയിലെ മുശ്രിക്കുകൾ, ജാഹിലിയ അറബികൾ ജിന്നുകളോട് ചോദിച്ചു. ആ ജിന്നുകളോട് ചോദിച്ചതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ശിർക്കാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ശിർക്കാണെന്ന് ആയത്തിൽ എവിടെ ഉണ്ട് മൗലവി? അല്ലേ, ആയത്തിൽ ശിർക്കാണെന്ന് എവിടെ ഉണ്ട് മൗലവി? അതിനാ ഞാൻ ആദ്യം അധ്യായത്തിന്റെ പേര് പറഞ്ഞു തന്നത്. അധ്യായത്തിന്റെ പേര് പറഞ്ഞത് ബാബു മിനശ്ശിർക്കി അൽ ഇസ്തിആദത്തു ബിഗൈരില്ലാഹ്, ശിർക്കിനെ പറ്റി പറയുന്ന അധ്യായം. ആ ശിർക്കിൽ പറയുന്നത് അൽ ഇസ്തിആദത്താണ്. ആ അൽ ഇസ്തിആദത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ ഇസ്തിആദത്തും ശിർക്കാണെന്ന് മനസ്സിലാക്കണോ? വേണ്ട. അനുവദനീയമായ അഭയതേട്ടങ്ങളുണ്ട്. അത് തന്നെ ആ തബഈലിന്റെ മിൻകൊണ്ട് അതേ നമ്മുടെ ബഹുമാന്യ പണ്ഡിതനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തബഈലിനെ ബോധ്യപ്പെടുത്താനാണ് മിനശ്ശിർക്കി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരൽപ്പമൊക്കെ അറബി ഭാഷയുമായി ബന്ധമുള്ള ആളുകൾക്ക് കാര്യം വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിച്ചു. അപ്പൊ അനുവദനീയമായ ഇസ്തിആദത്ത്, അഭയം ചോദിക്കൽ. എന്നാൽ അതേ അനുവദനീയമായ ഇസ്തിആദത്തിനെ കുറിച്ച് പറയുമ്പോൾ ശിർക്ക് എന്ന് പറഞ്ഞിട്ട് അതേ ശിർക്കിന്റെ ഇനത്തെ എണ്ണുമ്പോ ആ ശിർക്ക ഇസ്തിആദത്ത് ഏതാണ്? വകാനത്തിൽ അറബു ഫിൽ ജാഹിലിയ്യതി ഇദാ നസലു ഫീ വാദിൻ നാദു ബിഅഅലാ സൗതിഹിം. ഏതെങ്കിലും മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, നേരത്തെ ബാബു ഉസ്താദ് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ക്ലിപ്പിൽ പറഞ്ഞില്ലേ, വിജനമായ പ്രദേശത്തെത്തുമ്പോ ഓ ജിന്നേ, ഓ ജിന്നേ, മരിച്ച ജിന്നല്ല, സ്ഥലത്തില്ലാത്ത ജിന്നല്ല, കേൾക്കാത്ത ജിന്നല്ല, നേരെ മറിച്ച് അവിടെയുള്ള ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നെ, ആ ജിന്നെ അഊദു ബിസയ്യിദിൽ വാദി മിൻ സുഫഹാഇ ഖൗമിഹി. കണ്ടോ, മിൻ സുഫഹാഇ ഖൗമിഹി, ജിന്നുകൂട്ടത്തിലെ വിഡ്ഢികളായ വിവരമില്ലാത്ത ആളുകൾ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ ഇവിടെയുള്ള ബഡാജിന്നെ, ഇവിടെയുള്ള കഴിവില്ലാത്ത ആളെ ഉദ്ദേശിച്ചുവല്ല ഇയാൾ വിളിക്കുന്നത്. ഇയാൾ വിളിക്കുന്നത് കഴിവുള്ള സയ്യിദായ ഇവിടെയുള്ള ജിന്നുകളുടെ നേതാവായ, മറ്റുള്ള ജിന്നുകളോട് പറഞ്ഞാൽ ആ ജിന്നുകൾ അനുസരിക്കുന്ന രൂപത്തിൽ പവറുള്ള അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ വാദിയിൽ ഹാളിറുള്ള, ഈ വാദിയിൽ ഉള്ള, ഈ വാദിയിൽ ജീവിച്ചിരിക്കുന്ന, ഈ വാദിയിൽ കേൾക്കുന്ന ജിന്നുകളെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ? ഏതുപോലെ ഹിദായത്ത് തരണേ അല്ലാ, അതുപോലെ തന്നെ രോഗം മാറ്റി തരണേ അല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ? അല്ല, മിൻ സുഫഹാഇ ഖൗമിഹി, ആ ഖൗമിലുള്ള സുഫഹാഉകളായ ജിന്നുകൾ എന്നെ ഉപദ്രവിക്കാതെ വലിയ ജിന്നെ നോക്കിക്കൊള്ളണേ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ വാദം മുത്ലഖൻ ശിർക്ക് എന്ന് അല്ലാഹ് പറഞ്ഞാൽ, ഖുർആൻ പറഞ്ഞാൽ, അള്ളാനെ ചോദ്യം ചെയ്യാൻ വളർന്ന ബാബ ഏതാ? അള്ളാനെ ചോദ്യം ചെയ്യാൻ വളർന്ന വിശ്രംകാരനാരാ? അവരെയാ ഞങ്ങൾ കാണേണ്ടത്. അല്ലാഹ് മുത്ലഖൻ എന്ന് പറഞ്ഞാൽ ഇവൻ പറയാം ഓയിറു മുത്ലഖാണ്. അല്ലാഹ് ഒരു കാര്യം കൃത്യമായി പഠിപ്പിച്ചാൽ ഇയാൾ പറയും എനിക്കായത്ത് പോരാ, എനിക്കത് പോരാ, എനിക്കത് തെളിവ് പോരാ. ഷിർക്കിന് വേറെ കാണിച്ചു കൊടുക്കണം. അല്ലാഹ് തൊട്ട് കാണിച്ചു തന്നു ഷിർക്ക്, അല്ലാഹ് തൊട്ട് കാണിച്ചു തന്നു ഷിർക്ക്. ആ ഷിർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്നു. ഇനി മനസ്സിലാക്കണം, തഅരീഫാണ് ഇപ്പൊ ചില ആളുകൾ കൊണ്ട് നടക്കുന്നത്. ചില മൗലവിമാരും ആ തഅരീഫുമായിട്ടാണ് നടക്കുന്നത്. എന്താ തഅരീഫിലുള്ളത്? എന്താ തഅരീഫിലുള്ളത്? തഫ്താസാനി പറഞ്ഞിട്ടുണ്ട്. എന്താ തഫ്താസാനി പറഞ്ഞത്? തഫ്താസാനി പറഞ്ഞ തഅരീഫിലുള്ള വാചകം എന്താ? ശിർക്ക് എന്ന് പറഞ്ഞാൽ, ആ ശിർക്കിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യതി ബിമഅനാ വുജൂദിൽ വുജൂബി കമാലിൽ മജൂസി ഔ ബിമഅന ഇസ്തിഹ്ഖാഖിൽ ഇബാദ കമാലി അബദത്തിൽ ഔസാൻ. ഇതാണ് തഫ്താസാനി പറഞ്ഞ തഅരീഫ്. ഈ തഅരീഫ് എവിടെയാണ് ഫിറ്റാവുക എന്നാ ചോദിക്കുന്നത്. മനസ്സിലാക്കണം, ഈ തഅരീഫ് എവിടെയാണ് അതേ ജബ്ബാർ മൗലവി പറഞ്ഞതിലും ബാബു ഉസ്താദ് നേരത്തെ പറഞ്ഞതിലും അതുപോലെ ജിന്നു വിഭാഗത്തിൽപ്പെടുന്ന വിസ്റ്റം വിഭാഗത്തിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും എവിടെയാണ് ഈ തഅരീഫ് ഫിറ്റാവുക എന്നാണ് ചില സാധുക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം, ഇതേ കാര്യം തന്നെയാ കൊട്ടപ്പുറത്ത് കാന്തപുരം ചോദിച്ചത്. ശിർക്കിന്റെ നിർവചനം എവിടെ മൗലവി? ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മൗലവി എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചത് എന്തിനാണെന്നറിയോ? മരിച്ചവരോട് വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറയാൻ, മരിച്ചവരോട് സഹായം തേടുന്ന ശിർക്കല്ല എന്ന് വാദിക്കാൻ. കാന്തപുരവും ചോദിച്ച ഇതേ ചോദ്യം തന്നെയാണ്. അതേ ചോദ്യം അതേ അച്ചിൽ തന്നെയാണ് വിസ്റ്റംകാർ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് നമുക്കിന്നും ഇവരോട് പറയാനുള്ളത്. അപ്പോ തഫ്താസാനിയുടെ തഅരീഫ് ഉദ്ധരിച്ചുകൊണ്ട് ജബ്ബാർ മൗലവി എഴുതിയതിലും അതുപോലെ തന്നെ ഇപ്പോൾ ബാബ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും വിസ്റ്റംകാർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലും ശിർക്ക് എവിടെ എന്ന് ചോദിച്ചാൽ ആ തഅരീഫ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കൂ. എന്താ അതിലുള്ളത്? അശ്ശിർക്കു, ശിർക്ക് എന്ന് പറഞ്ഞാൽ
ഇസ്ബാത്തു ശരീക്കി, അള്ളാഹുവിന് കൂറുകാരെ ഉണ്ടാക്കലാണ്. ഏത് വിഷയത്തിൽ? ഫിൽ ഉലൂഹിയത്തി, അവന്റെ ആരാധനയുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ ആ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ. ഏതെല്ലാം തരത്തിലുള്ള? ബിമഅനാ വുജൂബിൽ വുജൂദി, അസ്തിത്വം അനിവാര്യമാണ് എന്ന നിലയിൽ, അഥവാ ഉണ്മയിൽ ഏതു കാലത്തും ഉള്ളവനാണ് എന്ന അവസ്ഥയിൽ ആ നിലക്ക് ഉള്ള, അഥവാ ആദ്യമില്ലാതെ അന്ത്യമില്ലാതെ നിലനിൽക്കുന്നവൻ എന്ന രൂപത്തിലുള്ള ആ ഒരു കൂറുകാരൻ എന്ന നിലക്കാണെങ്കിലും ഔ ബിമഅന ഇസ്തിഹ്ഖാഖിൽ ഇബാദ, ഇനി ഈ വുജൂബുൽ വുജൂദാകണം എന്ന നിർബന്ധം പിടിക്കാതെ, അഥവാ ഏതു കാലത്തും അവലും ആഖിറുമായി ഉണ്ടാകണം എന്ന ആ അർത്ഥമൊന്നും പിടിക്കാതെ, അള്ളയെപ്പോലെ ഒരു അള്ളയാകണം എന്ന നിർബന്ധം പിടിക്കാതെ, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കണം എന്ന നിർബന്ധം പിടിക്കാതെ, അതെ ഔ ബിമഅന ഇസ്തിഹ്ഖാഖിൽ ഇബാദ, അതെ തേട്ടത്തിന് ഇബാദത്തിന് ആരാധനക്കർഹനാണ് എന്ന നിലയിലോ ഒരു വിശ്വാസം കൊണ്ടുവന്നാൽ, കമാലി അബദത്തിൽ ഔസാൻ, വിഗ്രഹാരാധകരെ പോലെ, അബൂജഹലിനെ പോലെ. കാരണം അബൂജഹലിന്റെ വിശ്വാസം എന്താ? അള്ളയാണ് റബ്ബ്, അള്ളയാണ് മുദബ്ബിർ, അള്ളയാണ് ഖാലിഖ് എന്നിങ്ങനെ വിശ്വസിക്കുന്നു. ആര്? അബൂജഹൽ. അതേ അബൂജഹൽ വിജനപ്രദേശത്തെത്തിയാൽ ജിന്നുകളോട് സഹായം ചോദിക്കുന്നു. മനസ്സിലാക്കണം. എന്ത്? ഈ അബദത്തുൽ ഔസാൻ വിഗ്രഹാരാധകനായ അബൂജഹലും ഉത്ബത്തും ശൈബത്തുമൊക്കെ, അഥവാ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ മുദബ്ബിർ അള്ളയാണ് എന്ന് പറയുന്നു, ഖാലിഖ് അള്ളയാണ് എന്ന് പറയുന്നു, റാസിഖ് അള്ളയാണ് എന്ന് പറയുന്നു, അതേ മുനസ്സിലുൽ ഗൈസ് മഴ പെയ്യിക്കുന്നവൻ അള്ളയാണ് എന്ന് വാദിക്കുന്നു. ഇതൊക്കെ വാദിക്കുന്ന അതേ അബൂജഹൽ വിജനപ്രദേശത്ത് ചെന്നാൽ അവിടെയുണ്ട് എന്ന് കരുതപ്പെടുന്ന ജിന്നുകളോട് സഹായം തേടുന്നു എന്ന് മാത്രമല്ല, ആ ഒരു കാര്യം അതിന് വിട്ടുകൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അള്ളയാണ് റാസിഖും ഖാലിഖും മുദബ്ബിറും എന്ന് വിശ്വാസമുള്ള അബൂജഹല് ആ വിജനപ്രദേശത്തെത്തിയാൽ അവിടെയുള്ള ജിന്നുകളോട് സഹായം തേടുന്നത് അതേ ആ റബ്ബ് ഖാലിഖും റാസിഖുമാണ് എന്ന വിശ്വാസത്തിനെതിരല്ലെന്ന് വിശ്വസിക്കുന്നു. അത് ജിന്നുകൾക്ക് കൊടുക്കാമെന്ന് വിശ്വസിക്കുന്നു. ആ നിലക്ക് അവർ പ്രവർത്തിക്കുന്നു. അത് ശിർക്കാണ് എന്ന് ഖുർആൻ പറയുന്നു. അത് ശിർക്കല്ല എന്ന് വിസ്തംവാദികളും പറയുന്നു. അതാണ് അവിടെ ഇബാദത്ത് വകവെച്ച് കൊടുക്കുന്നുണ്ട്. ജിന്നുകൾക്ക് ഇബാദത്ത് വകവെച്ച് കൊടുക്കുന്നുണ്ട്. ആ ജിന്നുകൾക്ക് കൊടുക്കുന്ന ഇബാദത്ത് എന്താണ്? ഇസ്തിആനത്ത്. ഏത് ഇസ്തിആനത്ത്? അതേ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നടത്തിയാൽ ശിർക്കല്ലാത്ത ഇസ്തിആനത്ത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നടത്തിയാൽ ശിർക്കല്ലാത്ത ഇസ്തിആദത്ത് ജിന്നുകൾക്ക് വകവെച്ച് കൊടുക്കുമ്പോ അല്ല പറയുന്നു അത് ശിർക്കാണ്. പണ്ഡിതന്മാർ ബാബു മിന ശിർക്കി, ശിർക്കിന്റെ പാഠത്തിൽ അത് എഴുതി വെക്കുന്നു. എന്നാൽ ഇവർ ആകട്ടെ ഈ നിർവചനം ചോദിച്ചിട്ട് ഈ നിർവചന പ്രകാരം എവിടെയാണ് ശിർക്ക് വരുന്നത് എന്ന് ചോദിക്കുന്നു. ഇവിടെ ഒരു ഭാഗത്ത് ഖുർആനുണ്ട്, ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ആയത്തുണ്ട്, അതുപോലെ മുഫസ്സിറുകളുടെ വ്യാഖ്യാനമുണ്ട്, അഖീദയുടെ പണ്ഡിതന്മാരുടെ വിശദീകരണമുണ്ട്. ഇതൊന്നുമില്ലാതെ കുറച്ച് വാചാടോപവും കുറച്ച് ക്ലിപ്പുകളുമായി മറുഭാഗത്ത് വിസ്റ്റംകാരുമുണ്ട്. നാം എവിടെ നിൽക്കണം എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇവിടെ ഞങ്ങൾ അള്ളാഹു പറഞ്ഞതിനോടൊപ്പമാണ്, റസൂല് പഠിപ്പിച്ചതിനോടൊപ്പമാണ്, സ്വഹാബത്ത് പറഞ്ഞതിനോടൊപ്പമാണ്. അല്ലാതെ അബൂജഹലിന്റെ വിശ്വാസത്തിലേക്ക് ചേരാൻ മുജാഹിദുകൾ ഒരുക്കമല്ല എന്നാണ് ഈ വിഷയത്തിൽ തീർത്തു മനസ്സിലാക്കേണ്ടത്.